ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. മനസ്സിലെ കിളി എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതൊരു ചെറു കഥയാണ്. പിക്ലു എന്നു പേരുള്ളൊരു കുട്ടിയാണ് ഈ കഥയിലെ കഥാപാത്രം. ഈ കഥ എഴുതിയിരിക്കുന്നത് ബംഗാളി എഴുത്തുകാരനായ ബിമലേന്ദ്ര ചക്രവർത്തിയാണ്. ഇത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ജെ കുമാർ ആണ്. ഒരു കൊച്ചുകുട്ടി, അതായത് ഈ കിളികളെ ഒന്നും കൂട്ടിലടയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണിത്. ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. മരങ്ങളിൽ കുടിപാർത്ത് ശബ്ദബീജികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. പ്രകൃതിയിലെ എല്ലാ കൗതുകങ്ങളും കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നവരാണ്. പ്രത്യേകിച്ച് പക്ഷികളും പൂക്കളും അങ്ങനെയെല്ലാം. വായിക്കാം. വേനലവധിക്കാലം വന്നു. പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല. എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. കാരണം കിളികളുടെ കലപില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത്. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 1, 2, 3 ഇങ്ങനെ ഓരോന്നിനെയായി പിക്ലു എണ്ണി തുടങ്ങി. അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന് വെളിയിൽ എത്തി. പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള 2 മൈനകൾ അവൻ്റെ തലയ്ക്കു മുകളിലൂടെ പറന്നുപോയി. പിക്ലുവിന് സന്തോഷമായി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു. തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു. സൂര്യൻ മുന്നോട്ട് പോയി. പകൽ രാത്രിയായി. പിക്ലുവിന് ക്ലാസ് ഇല്ല, വെക്കേഷൻ ടൈമാണ്. അവൻ അതിരാവിലെ തന്നെ ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കിളികളൊന്നും കണ്ടില്ല. അതുകൊണ്ട് അവനൊരു സന്തോഷം തോന്നിയില്ല. കിളികളുടെ കലപില ശബ്ദം കേട്ടാണ് ഈ പിക്ലു എഴുന്നേൽക്കാറുള്ളത്. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് കിളികളെല്ലാം കണ്ടു. പിന്നെ അവൻ ഗേറ്റിന് വെളിയിൽ ഇവയൊക്കെ ആസ്വദിച്ച് എത്തിയപ്പോൾ രണ്ട് മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. അത് കണ്ടപ്പോൾ അവന് കുറച്ചുകൂടി സന്തോഷമായി. അങ്ങനെ അവൻ സമയമൊക്കെ ചിലവഴിച്ച് വൈകുന്നേരം പിന്നെ രാത്രിയായി. അങ്ങനെ പിക്ലു ഉറങ്ങുവാൻ കിടന്നു. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. ആരാണ് അതിനെ ചങ്ങലക്കിട്ടതെന്ന് പിക്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവൻ ഓടി. പിറ്റേ ദിവസം രാവിലെയായി. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഒരു മൈന ഒരു കൂട്ടിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ആ മൈനയുടെ കാല് ഒരു ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. പിക്ലു രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇത് കണ്ട് പിക്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അവൻ ഇത് ആരാണ് ഈ കിളിയെ ഇങ്ങനെ കൂട്ടിൽ ചങ്ങലക്കിട്ടതെന്ന് ചോദിക്കുവാൻ വേണ്ടി അവൻ അമ്മയുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു. ഈ മൈനയെ ആരാണ് ഈ കൂട്ടിനകത്തോട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. തൻ്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത്. ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. മാത്രമല്ല അതിടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു. പിക്ലുവിൻ്റെ ചേട്ടനാണ് ടോട്ടൻ. ടോട്ടൻ്റെ സ്വഭാവം പിക്ലുവിൻ്റെ സ്വഭാവത്തേക്കാൾ എതിർ സ്വഭാവമാണ്, ഒരു വിരുദ്ധ സ്വഭാവമാണ്. ടോട്ടന് കിളികളെയൊക്കെ കൂട്ടിലടയ്ക്കുന്നതാണ് ഇഷ്ടം, പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലടയ്ക്കണം. പക്ഷേ പിക്ലുവിന് കിളികളെ ഒന്നും കൂട്ടിലടയ്ക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിക്ലുവിന് മനസ്സിലായി ഈ മൈന വളരെ സങ്കടത്തിലാണ്, ഇതൊന്നും തിന്നുന്നില്ല. അത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷിയെ ഓർത്തു പിക്ലുവിന് സങ്കടമായി. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു. പെട്ടെന്ന് അവൻ ഒരാശയം തോന്നി. ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്നു. പക്ഷിക്കൂട് തുറന്നു. കൂട് തുറന്നയുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി. പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി. മൈനയ്ക്ക് ആശ്വാസം തോന്നി. അതു പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു. ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി. ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി. പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു. ഈ പക്ഷിയുടെ കാര്യമോർത്ത്, ഈ മൈനയുടെ കാര്യമോർത്ത് പിക്ലുവിന് വളരെ സങ്കടമായി.
ഈ മൈനയുടെ കരച്ചിൽ കേട്ടിട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വരുന്നുമില്ല. അപ്പോൾ മറ്റു പക്ഷികൾക്ക് പേടിയാണല്ലോ, ഈ മൈനയ്ക്ക് സംഭവിച്ചതുപോലെ അവർക്ക് സംഭവിച്ചാലോ. അപ്പം മറ്റു പക്ഷികളൊന്നും കരച്ചിൽ കേട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിന്നപ്പോൾ ഈ പിക്ലുവിന് ഒരു ആശയം തോന്നി. അവനൊരു കസേര കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പശുക്കൂട് തുറന്നു. പശുക്കൂട് മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ പശുക്കൂട് അവൻ തുറന്നു. എന്നിട്ട് കൂട് തുറന്ന ഉടനെ എന്താ സംഭവിച്ചത്? മൈന ഈ പിക്ലുവിനെ നോക്കി ചിരിച്ചു. പിന്നെ അവൻ അതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വിട്ടു. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. അമ്മ കുറച്ച് തൈലമൊക്കെ കൊണ്ടുവന്ന് ഈ മുറിവേറ്റ കാലിൽ, കിളിയുടെ മുറിവേറ്റ കാലിൽ പുരട്ടി. മൈനയ്ക്ക് ആശ്വാസമായി. അത് പിക്ലുവിനെ സ്നേഹപൂർവ്വം നോക്കി. പിന്നെ ആ മൈനയെ പിക്ലു വളരെ സ്നേഹത്തോടെ എടുത്ത് ലാളിച്ചു. പിന്നെ മൈന പാട്ടൊക്കെ പാടി ഈ ഉദ്യാനത്തിൽ, പൂന്തോട്ടത്തിൽ ഇങ്ങനെ പറന്നു നടന്നു. അത് കേട്ടപ്പോൾ, ആ മൈനയുടെ പാട്ടൊക്കെ കേട്ടപ്പോൾ വീണ്ടും കിളികൾ അവിടെ വന്ന് നിറഞ്ഞു. പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത് ചാടി. ഒടുവിൽ മൈന പറന്നുപോയി. നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നു പോയി. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാത കിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്കു ചുറ്റും ആഹ്ലാദത്താൽ ഇളകി മറിഞ്ഞു. എല്ലാവരും സന്തുഷ്ടരായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? മൈന പൂന്തോട്ടത്തിലേക്ക് പോയി, ഒരു മരക്കൊമ്പിൽ കയറി. അതൊരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി. ഒടുവിൽ അത് പറന്നുപോയി. നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് അത് പറന്നു പോയി. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങളൊക്കെ പ്രഭാത കിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതായത് നേരം വെളുത്തു എന്നർത്ഥം. തുമ്പികളെല്ലാം ചിറക് വിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്ക് ചുറ്റും, നിറമുള്ള ഈ പുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദം കൊണ്ട് നൃത്തം ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി കണ്ടു ആ സമയം. പക്ഷേ പിക്ലു ദുഃഖിതനായിരുന്നു. മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ? അതിനു വീട്ടിലേക്കുള്ള വഴി അറിയുമോ? ഇവൻ എന്തിനാണ് ദുഃഖിച്ചത്? പിക്ലു എന്തിനാണ് ദുഃഖിച്ചത്? മൈനയ്ക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാൻ പറ്റുമോ? അതിൻ്റെ അമ്മയേക്ക് കാണാൻ പറ്റുമോ എന്നോർത്ത് ഈ പിക്ലു ആ സമയത്തെല്ലാം ദുഃഖത്തിലായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു. അവൻ പുറത്തേക്ക് ഓടി. താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എന്താ സംഭവിച്ചത്? അവൻ്റെ പേര് ആരെ വിളിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അങ്ങനെ ഓടിച്ചെന്നപ്പോഴോ അവൻ കൂട്ടിൽ നിന്ന് പറത്തിവിട്ട ആ മൈന അതിൻ്റെ അമ്മയോടൊപ്പം ആ പൂമരക്കൊമ്പിൽ വന്ന് ഇരിക്കുകയാണ്. പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു. സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു, ഹായ് ഹായ് ഹൂയ്. ആഹ്ലാദ തിമിർപ്പിലവൻ ആറാടി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി. പിക്ലുവിനെ ആ കാഴ്ച കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം അവൻ്റെ ചേട്ടൻ കൂട്ടിൽ ബന്ധിച്ചിട്ടിരുന്ന മൈനയെ അവൻ തുറന്നു വിട്ട് ആ മൈന പറന്നുപോയി. അതിൻ്റെ അമ്മയും കൂട്ടി തിരിച്ച് വന്ന് അവൻ്റെ പേരൊക്കെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാഴ്ച അവൻ വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയായിട്ട് അനുഭവപ്പെട്ടു. കഥ തീർന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്, വായിക്കാം, പറയാം. പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത്? കുറച്ച് പക്ഷികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കുരുവി, പായാടിക്കിളി, ബുൾബുൾ, തത്ത. അങ്ങനെ കുറച്ച് പക്ഷികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് എഴുതി വയ്ക്കുക. പിന്നെ എന്താണ്? അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ട കാഴ്ച എന്തായിരുന്നു പിക്ലു കണ്ട കാഴ്ച? അവൻ രാവിലെ ഒരു കരച്ചിൽ കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു അല്ലേ? ഒരു മൈനയെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് പിക്ലു കണ്ടത്. പിന്നെയോ നെക്സ്റ്റ്, കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താ ചെയ്തത്? കൂട്ടിൽ കിടന്ന മൈനയെ അവൻ സ്വതന്ത്രയാക്കി അല്ലേ? അവൻ ഒരു കസേരയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ആ കൂട്ടിൽ നിന്ന് ആ കിളിയെ തുറന്ന് അമ്മ വന്ന് അതിൻ്റെ കാലിൽ തൈലമെല്ലാം പുരട്ടിക്കൊടുത്തു. അങ്ങനെ ആ കിളി പറന്നു പൂന്തോട്ടത്തിലെല്ലാം പറന്നു നടന്നു. അപ്പോൾ കൂട്ടിൽ നിന്ന് പിക്ലു ആ കിളിയെ സ്വതന്ത്രയാക്കി, അതിനെ പറത്തി വിട്ടു. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? പിക്ലു എന്തിനായിരുന്നു ദുഃഖിച്ചത്? ഈ കിളി പറന്നുപോയി. കിളിക്ക് സുഖമായി, കിളിയുടെ മുറിവൊക്കെ ഭേദമായി കിളി പറന്നുപോയി. പക്ഷേ പിക്ലുവിന് ദുഃഖമായിരുന്നു. അതിന് കാരണം എന്താണ്?
അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പിക്ലു വിചാരിച്ചിരുന്നത് എന്താ, ഈ കിളിക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ, അതിനതിൻ്റെ അമ്മയെ കാണുവാൻ കഴിയുമോ, ഇതൊക്കെ ഓർത്താണ് പിക്ലു ദുഃഖിച്ചത്. വീട്ടിലേക്കുള്ള വഴി അറിയാമോ, അതിൻ്റെ അമ്മയെ കാണുവാൻ കഴിയുമോ എന്നൊക്കെ ഓർത്താണ് പിക്ലു ദുഃഖിച്ചത്. ഇനി പിക്ലുവിൻ്റെ സന്തോഷ അനുഭവം എന്തായിരുന്നു പിക്ലുവിൻ്റെ സന്തോഷ അനുഭവം? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ, അതായത് കിളി പറന്നുപോയ പിറ്റേ ദിവസം രാവിലെ, അവൻ ദുഃഖിച്ചാണ് കിടന്നത് അല്ലേ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ പേര് വിളിക്കുന്നത് പോലെ തോന്നി. അവൻ പുറത്ത് ചെന്നപ്പോഴോ ഈ പൂമരക്കൊമ്പിൽ ഈ മൈനയും ഈ മൈനയുടെ അമ്മയും ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കിളിയും ഈ കിളിയുടെ അമ്മയും ആ പൂമരക്കൊമ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴുണ്ടായ ആ കാഴ്ചയാണ് അവന് ഒരു സന്തോഷം നൽകിയത്. അതായിരുന്നു അവൻ്റെ സന്തോഷ അനുഭവം. അവൻ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട മൈനയും മൈനയുടെ അമ്മക്കിളിയും അവർ പൂമരക്കൊമ്പിൽ ഇരിക്കുന്നു. ആ കാഴ്ചയാണ് പിക്ലുവിന് സന്തോഷം നൽകിയത്. കണ്ടെത്തി എഴുതാം. പിക്ലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ് ഈ പിക്ലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, ഈ പിക്ലു എന്നും കിളികളുടെ കലപില ശബ്ദം കേട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. പക്ഷേ അന്ന് അവൻ കിളികളുടെ ശബ്ദം ഒന്നും കേട്ടില്ല. പൂന്തോട്ടത്തിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കിളികളെയൊക്കെ അവൻ കണ്ടത്. അപ്പോൾ അന്ന് അവൻ കിളികളുടെ കലപില ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ് അന്ന് അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം കിളികളുടെ പാട്ട് കേട്ടാണ് അവൻ എന്നും എഴുന്നേൽക്കാറുള്ളത്. അന്ന് അത് കേട്ടില്ല. നെക്സ്റ്റ് ചോദ്യം. പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പറത്തി വിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? കിളിയെ കൂട്ടിലടയ്ക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. കിളിയെ കൂട്ടിലടച്ച് വളർത്തുവാൻ അവന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ചേട്ടനോട് പോലും ചോദിക്കാതെ ആ കിളിയെ തുറന്നു വിട്ടത്. അടുത്ത ചോദ്യം. പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ചു വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ഈ കിളികൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. അവയെല്ലാം പറന്ന് ആകാശത്ത് വിരാജിക്കണം. ആകാശത്ത് കൂടി ഇങ്ങനെ പറന്ന് നടക്കണം. അവയെ കൂട്ടിലടയ്ക്കാനൊന്നും മനുഷ്യന് അവകാശമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഈ ആകാശത്ത് കൂടി വിരാജിക്കുക, ആകാശത്ത് കൂടി പറന്ന് നടക്കുക എന്നുള്ളത് കിളികളുടെ സ്വാതന്ത്ര്യമാണ്. ആ കിളിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ മനുഷ്യന് അവകാശമില്ല. അപ്പോൾ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. കിളികൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അത്രയും എഴുതുക. കിളികൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. അവ ആകാശത്ത് കൂടി പറന്ന് വിരാജിക്കട്ടെ. അവയെ കൂട്ടിലടയ്ക്കാൻ മനുഷ്യന് അവകാശമില്ല. അത് കിളികളുടെ സ്വാതന്ത്ര്യമാണ്. നെക്സ്റ്റ്. പേരിന് പകരം പദം എഴുതാം. അതായത് പുസ്തകത്തിലെ ഒരു ചെറിയ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് പേരിന് പകരം നമ്മളത് അവിടെ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയില്ലേ, അതേപോലെ പകരം പദം എഴുതി കൊടുക്കണം. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. പിക്ലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരിഞ്ഞു. പലതരം പക്ഷികളെ പിക്ലു കണ്ടു. ഓരോരുത്തരായി പിക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ പിക്ലുവിൻ്റെ തലയ്ക്കു മുകളിലൂടെ പറന്നുപോയി. പിക്ലു ആനന്ദത്തോടെ കൈകൊട്ടി. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരിഞ്ഞു. അതായത് ഈ പിക്ലുവിന് പകരം പിക്ലു എന്ന് കുറേ തവണ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ പിക്ലുവിന് പകരം നമ്മൾ ഏതെങ്കിലും പദം, ഏത് പദമായിരിക്കും? അതായത് ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ, പിക്ലുവിന് പകരം അവൻ. ആദ്യം പിക്ലു എന്ന് പറയുക, പിന്നെ അവൻ എന്ന്. അപ്പോൾ അവൻ എന്നുള്ള പദം ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ്, ഈ വാക്യം മാറ്റി എഴുതുക. അവൻ എന്നുള്ള പദമാണ് ഇതിൽ പകരം പദമായിട്ട് എഴുതാവുന്ന പദം. അപ്പോൾ മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് അവൻ എന്നുള്ള പദമാണ്. ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? അത് ചർച്ച ചെയ്യുക. അതെന്തൊക്കെയായിരിക്കും വ്യത്യാസം? അതായത് ആവർത്തനം ഒഴിവായി അല്ലേ. പിക്ലു എന്നുള്ള ആ പേര് ആവർത്തിച്ച് എഴുതുന്ന ഒഴിവായി. പിന്നെയോ വാക്യത്തിനൊരു ഭംഗി വന്നു. ബാക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ച് എഴുതുക.
അടുത്ത ചോദ്യം, വ്യത്യാസം തിരിച്ചറിയാം. പിക്ലു ദുഃഖിതനായിരുന്നു, അമ്മ ദുഃഖിതയായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു. പിക്ലു ദുഃഖിതനായിരുന്നു എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അടിവര ഇട്ടിട്ടുണ്ട്. ദുഃഖിതരായിരുന്നു ആ വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അടിവരയിട്ട പദങ്ങൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? പിക്ലു ദുഃഖിതനായിരുന്നു എന്ന് പറയുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്നു. ദുഃഖിതൻ എന്ന് പറയുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്നു. ദുഃഖിത, അമ്മ ദുഃഖിതയായിരുന്നു. ദുഃഖിത എന്ന് പറയുന്നത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. പിന്നെയോ ദുഃഖിതരായിരുന്നു എന്ന് പറയുന്നത് പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം ഒന്നിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വാക്കുകൾ കണ്ടുപിടിച്ചെഴുതുക. ഇതുപോലെ പദങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുക. ഇനി ഒരു ചോദ്യം, ഉപന്യാസം തയ്യാറാക്കാം. 2 കവിതാശകലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാലാമണിയമ്മയുടെയും കുമാരനാശാൻ്റെയും. ഇത് വായിച്ചിട്ട് മനസ്സിലെ കിളി എന്ന കഥ ഒരു ഉപന്യാസമായിട്ട് എഴുതണം. ഈ കവിതാശകലം വായിക്കാം. വിട്ടഴിക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മയുടെ കവിതയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അത് കുമാരനാശാൻ എഴുതിയതാണ്. അപ്പോൾ ഈ കവിതാശകലങ്ങൾ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിത ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതേപോലെയുള്ള വരികളൊക്കെ ഉൾപ്പെടുത്തണം. വേറൊരു 2 വരി പറയാം, നോട്ട് ചെയ്യുക. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതും ഇതേപോലെ ഈ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കവിതാശകലമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതായത് സ്വർണ്ണക്കൂട്ടിലാണ് അടച്ചിട്ടിരിക്കുന്നതിൽ പോലും ബന്ധനം എന്ന് പറയുന്നത് ഈ പാരിൽ, ഈ ഭൂമിയിൽ എന്താണ്, അത് ഒരു ബന്ധനം തന്നെയാണ്. എത്ര സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ടാലും അതൊരു ബന്ധനം തന്നെയാണ്. പിന്നെ ഈ 2 കവിതകളും കവിതാശകലങ്ങളും സ്വാതന്ത്ര്യ സമരകാലത്ത് എഴുതപ്പെട്ടതാണ്. ബാലമണിയമ്മ എഴുതിയ കവിതയുടെ 2 വരി എന്ന് പറയുന്നത് അത് കിളികളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി സൂചിപ്പിക്കുന്നതാണ്. കുമാരനാശാൻ എഴുതിയ സ്വാതന്ത്ര്യം തന്നെ അമൃതം, അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അത് വിശദീകരിച്ച് എഴുതുക. എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എഴുതുക. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലുള്ളതാണ് ഈ 2 കവിതകൾ. സ്വാതന്ത്ര്യ പക്ഷികൾക്ക് എന്ന പോലെ മനുഷ്യർക്കും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുക. അടുത്ത ചോദ്യം, ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത്? എന്തൊക്കെ സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? പിക്ലുവിൻ്റെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. പ്രായം, രൂപം, പ്രായം, വേഷം. അതായത് പിക്ലുവിൻ്റെ രൂപം എങ്ങനെയുള്ളതാണ്, പ്രായം എങ്ങനെയുള്ളതാണ്, വേഷം എങ്ങനെയുള്ളതാണ്, അതൊരു അത് ഒരു സവിശേഷതയായിട്ട് എഴുതുക. അവൻ്റെ പ്രായം എന്ന് പറയുന്നത് അവൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഏകദേശം അവനൊരു 8-9 വയസ്സൊക്കെ എഴുതാം. പിന്നെയോ അവൻ്റെ രൂപം എന്ന് പറയുന്നത് അധികം പൊക്കമൊന്നുമില്ല അല്ലേ, അങ്ങനെ ഒരു രൂപം. പിന്നെ അവൻ്റെ വേഷം സാധാരണ നിങ്ങളൊക്കെ വീട്ടിൽ ധരിക്കുന്ന വേഷം തന്നെ ആയിരിക്കാം, ഷർട്ട് നിക്കറുമായിരിക്കാം, അത് നമ്മൾ സങ്കല്പിച്ച് എഴുതുക. പിന്നെ അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അവൻ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്, പ്രത്യേകിച്ച് കിളികളൊന്നും കൂട്ടിലടയ്ക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കുട്ടിയാണ്. പിന്നെയോ അവൻ മനുഷ്യനെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങളെല്ലാം ഒരേപോലെ കാണുന്ന ഒരു കുട്ടിയാണ് പിക്ലു. അവന് സ്നേഹവും കാരുണ്യവും ദയയും എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവൻ വലിയവനാണ്. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ കിളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും അവന് സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്. പിന്നെ ഈ കിളികളെയൊന്നും കൂട്ടിലടയ്ക്കുവാൻ അവന് ഇഷ്ടമില്ല. മനുഷ്യനെ പോലെ തന്നെയാണ് അവൻ കിളികളെയും കാണുന്നത്. അങ്ങനെ എഴുതുക. പിന്നെ കിളികളോടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? വളരെ സ്നേഹപൂർവ്വമായിരുന്നു അവൻ കിളികളോട് ഇടപെട്ടിരുന്നു അല്ലേ.
അതായത് അവന് കിളികളുടെ ശബ്ദം കേട്ടാലായിരുന്നു അവന് സന്തോഷമാവുകയുള്ളൂ. അവൻ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് ഈ കിളികളുടെ കളവിലെ ശബ്ദം കേട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ കിളികളോടുള്ള സ്നേഹവും കാരുണ്യവും എഴുതാം. പിന്നെ പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ അതും ഇതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കിളികളെ നിരീക്ഷിക്കുക, എണ്ണി നോക്കുക, ഏതൊക്കെ കിളികളുണ്ടെന്ന് നോക്കുന്നു, അതിൻ്റെ പേരുകളെല്ലാം നോക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രകൃതി നിരീക്ഷണത്തിൽ എഴുതാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചർച്ച ചെയ്ത് കൂടുതൽ ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം പിക്ലിവിനെ കുറിച്ച്. അടുത്തത് സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാം. മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക. ചെറു സംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കുക. മനസ്സിലെ കിളി എന്നുള്ള കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് പ്രധാനമായും പിക്ലു ആണ്. പിന്നെ പിക്ലുവിൻ്റെ അമ്മയുണ്ട്, കിളികളുണ്ട്, പിക്ലുവിൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നാടകം പോലെ അവതരിപ്പിക്കുക. അടുത്തത് കാഴ്ചാനുഭവം എഴുതാം. അത് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിൽ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊരു കാഴ്ചാനുഭവമാണ്. അപ്പോൾ അതൊന്ന് വായിക്കാം. ആകാശം നരച്ച് വിളറിക്കിടക്കുകയാണ്. നേർത്ത മഞ്ഞിൻ പടലങ്ങൾ അകലത്തെ പൈൻ മരക്കാടുകൾക്കിടയിൽ ഊളിയിട്ടു കളിക്കുന്നു. മരക്കൂട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കടന്നാൽ കാണുന്ന കുന്നുകൾ വെട്ടിത്തെളിച്ചു നഗ്നമാക്കിയിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ഉച്ചനേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിടം നോക്കി നിൽക്കാറുണ്ട്. നോക്കത്തുന്ന ഇടം മുഴുവൻ കുഴമഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണും. ദിവസങ്ങൾ പച്ചയുടെയും വെളുപ്പിൻ്റെയും ലോകത്തിൽ നിത്യവും മാറ്റങ്ങൾ വരുത്തുന്നു. അവസാനം അങ്ങിങ്ങായി വെണ്മയുടെ വീണുകിടക്കുന്ന മേഘക്കീറുകൾ, ഉരുകിത്തീരാത്ത ശിശിരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ബാക്കി നിൽക്കുന്നു. മലനിരകൾ മാസങ്ങൾക്കു ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യാഹ്നങ്ങൾ. വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരിവുകളിൽ മഞ്ഞുരുകിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു. ഇന്നലെയുടെ കണ്ണീർ ചോലകൾ. അവൾ നോക്കി നിൽക്കെ നരച്ച ആകാശം തെളിഞ്ഞു. പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളവെയിൽ പരന്നു. താഴ്വരയിലെ നടപ്പാതയുടെ വളവിലെ കൂറ്റൻ ബർച്ചുമരത്തിൻ്റെ നനവുള്ള ഇലച്ചാർത്തുകൾ തിളങ്ങുന്നു. മഞ്ഞും മേഘവും കലർന്നു നിന്ന വിദൂരതയിൽ കൊടുമുടികളുടെ നരച്ച ശിരസുകൾ തെളിയുന്നു. മഞ്ഞ് എന്ന നോവലിലെ ഒരു ഭാഗമാണ്, ഒരു കാഴ്ചാനുഭവമാണ് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവൽ. ഈ നോവലിൽ പറയുന്ന അതായത് ഈ കാഴ്ച ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ എന്നുള്ള സ്ഥലത്തെ കാഴ്ചയാണ്. നൈനിറ്റാൾ എന്നുള്ള സ്ഥലത്തെ കേന്ദ്രമാക്കിയാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളും മലകളുമൊക്കെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിലെ നായിക വിമല നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച, ഈ കാഴ്ചകളെല്ലാം, അതായത് ഒരു കാഴ്ചാനുഭവം. അപ്പോൾ ഇതെല്ലാം ഇത് വായിക്കുവാനുള്ളതാണ്. നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ഈ കഥയുടെ ഭാഗം വായിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രദേശത്തെ വയൽ കാഴ്ചകൾ, പുഴയോര കാഴ്ചകൾ, ആകാശക്കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചാനുഭവം വർണ്ണിക്കണം. അപ്പോൾ ഏകദേശം ഇതേപോലെയൊക്കെ നല്ല ആലങ്കാരികമായിട്ട് കാഴ്ചാനുഭവം എഴുതുക. അപ്പോൾ ഈ ഒന്നാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ചാപ്റ്ററുകൾ നോക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.